ഗബ്രിയുടെ ഗെയിമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് ലാലേട്ടൻ. കാരണം പുറത്തെ കാര്യങ്ങൾ അകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞു. എപ്പിസോഡിൻ്റെ ഭൂരിഭാഗവും ഇന്ന് സംസാരിച്ചത് ഗബ്രി ജാസ്മിൻ ഇഷ്യൂ ആയിരുന്നു. ഇവരെക്കുറിച്ച് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്നലെ ഇതേ ലാലേട്ടൻ തന്നെ സായി വന്നിട്ട് ജാസ്മിനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജാസ്മിനെ അങ്ങനെയല്ല, അയാൾ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തിരിച്ചുവിട്ട് ജാസ്മിനെ ഓക്കെയാണ്, എല്ലാം സേഫ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതേ ലാലേട്ടൻ തന്നെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ജാസ്മിനെ പുറത്തു പോകുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? 2 എപ്പിസോഡിന് കണ്ടന്റ് വേണമല്ലോ. ഇന്നിപ്പോൾ വിഷു സ്പെഷ്യൽ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് വേണം. നമ്മൾ ഇന്നാണ് കാണുന്നതെങ്കിലും ഈ 2 എപ്പിസോഡിൻ്റെയും ഷൂട്ടിംഗ് നടന്ന എപ്പോഴാണ്? ഇന്നലെയാണ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടും 2 മണി മുതൽ അങ്ങോട്ട് സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടുമാണ്. അപ്പോൾ 10 മണി തൊട്ട് 1 മണി വരെ ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്, നീ അതൊന്നും വിശ്വസിക്കരുതെന്നാണ്. പക്ഷേ 2 മണിക്ക് ശേഷം ലാലേട്ടൻ തന്നെ എന്ത് ചെയ്തു? ഇതിനെ പ്ലേറ്റ് തിരിച്ചു. കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഇവരുടെ കേസ് തന്നെ എടുത്തിട്ടു. അപ്പോൾ എപ്പിസോഡിൽ പ്രധാന കണ്ടന്റ് ഇത് മാത്രമായി. പക്ഷേ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് മലയാള ഹിസ്റ്ററിയിൽ പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. എന്താണ് നിങ്ങളുടെ 2 പേരുടെ ഇടയിലുള്ളത്? ഫ്രണ്ട്ഷിപ്പ് ആണോ, ലവ് അഫെയർ ആണോ, അതോ സിറ്റുവേഷൻഷിപ്പ് ആണോ, എന്താണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ലാലേട്ടൻ ചോദിച്ചു. 2 പേരും അതിനുള്ള മറുപടി പറഞ്ഞു. പക്ഷേ ഇവിടെ തീർന്നത്, ഇവിടെ നശിച്ചത്, ഇവിടെ തകർന്നു പോയത് ഗബ്രിയാണ്. കാരണം ഗബ്രി ആ ലെവലിൽ തകർന്നു പോയി. ഗബ്രിയുടെ ഗെയിമേ തകർന്നു പോയി. ഇതെല്ലാം ഗബ്രിയുടെ ഗെയിമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഇന്നായിരിക്കും. കാരണം ഇന്ന് ലാലേട്ടൻ കുറേ വീഡിയോസ് കാണിച്ചു. ഗബ്രിയുടെ ഗെയിമിനെയാണ് എക്സ്പോസ് ചെയ്ത് വിട്ടത്. ഈ കാണിക്കുന്നത് ജാസ്മിൻ അല്ല ഗബ്രിയെ കുരുക്കി വെച്ചിരിക്കുന്നത്. ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ കളിക്കും, ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഗബ്രി കളിക്കൂല, ഗബ്രി തകർന്നു പോകൂ എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് കറക്റ്റായിട്ടൊരു വ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ് കൊടുത്തത്. അങ്ങനെയല്ല, ജാസ്മിൻ അല്ല നിന്ന് കളിക്കുന്നത്, ഗബ്രിയാണ് കളിക്കുന്നത്. ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിനാണ് തകരുന്നത്, ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഗബ്രി തകരൂല, ഗബ്രി കളിക്കും. ആ ലെവലിലാണ് ഇന്ന് ഔട്ട്പുട്ട് പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നത്. അത്ര ക്ലിയർ ആയിട്ട് ഗബ്രി പറഞ്ഞ ഓരോ കാര്യങ്ങളും വലിച്ച് കീറി ജാസ്മിന് മനസ്സിലായി. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. 2 പേർക്കും പുറത്ത് പോകുന്ന ഔട്ട്പുട്ട് മനസ്സിലായി. ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, കയ്യടി കേൾക്കാൻ പറ്റുന്നുണ്ട്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് ഊഹമൊക്കെ കിട്ടുന്നുണ്ട്. വൈൽഡ് കാർഡ്സ് സായി എനിക്ക് മുമ്പ് അറിയുമ്പോൾ സായി അങ്ങനെ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നെല്ലാം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എന്തായാലും എനിക്ക് സമാധാനമായി. 2 പേര് സത്യം പറഞ്ഞു. ഇനി ഗബ്രിയും ജാസ്മിനും എങ്ങനെ കളിക്കുന്നോ അവർക്ക് വരാനിരിക്കുന്ന അവരുടെ കയ്യിലിരിപ്പാണ്. കാരണം ഇത്രയും നാൾ അവർ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, വീടിനകത്തല്ലേ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ലാലേട്ടൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. 2 പേരും ക്ലിയർ ആക്കിയിട്ടുണ്ട് അവരവരുടെ സ്റ്റാൻഡിൽ. ഇനി വരുന്നത് അവരുടെ ഗെയിമിനനുസരിച്ച് അവർ അനുഭവിക്കുക തന്നെ വേണം. എന്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നു? എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ന് ജാസ്മിൻ്റെ ഗെയിം എന്ന് പറയാനില്ല. കാരണം ഗബ്രിയുടെ ഗെയിമിനകത്ത് പെട്ട് കിടക്കുന്നതാണ് ഈ പറയുന്ന ജാസ്മിൻ. നോമിനേഷൻ വീണ്ടും ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തു. ഈ നോമിനേഷനകത്തോട് സായിയും പിന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെ പുതുതായിട്ട് ആഡ് ചെയ്തല്ലോ, അവരും കൂടി കാണുമായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയും സെയിം നോമിനേഷൻ തന്നെയാണ്. പിന്നീട് വരുന്നത് ജാൻമണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യയുടെയും എവിക്ഷനാണ് കാണിക്കുന്നത്. എവിക്ഷന് ലാസ്റ്റ് ടൈമിൽ ലാലേട്ടൻ വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ സാറ്റർഡേ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ജാൻമണിയാണ് ലാസ്റ്റ്, ശരണ്യ ഓർ ശ്രീരേഖ അവരും ലാസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എപ്പിസോഡ് വന്നപ്പം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് തൃപ്തി അടഞ്ഞല്ലോ, മനസ്സിലായല്ലോ. സംഭവം അതാണ്. അവർ 2 പേരും തന്നെയാണ് ലീസ്റ്റ് നിൽക്കുന്നത്. ലാലേട്ടൻ അതും എടുത്ത് പറയുന്നുണ്ട്, ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്, നിങ്ങൾ ഇമ്പ്രൂവ് ആക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യയും ജാൻമണിയാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലാലേട്ടൻ എൻട്രി ചെയ്തുകൊണ്ട് അവരുടെ എവിക്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യുന്ന രീതിക്കാണ് അങ്ങനെ കാണിച്ച് വിട്ടത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്നത്. എന്തായാലും ജാസ്മിൻ ഗബ്രി ഇഷ്യൂ ലാലേട്ടൻ സോൾവ് ചെയ്തു. ഇനി ലാലേട്ടനെയോ ബിഗ് ബോസിനെയോ എൻ്റെ മോളിനെ ഏഷ്യാനെറ്റിനെയോ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം പോലെ ഇരിക്കും അവരുടെ ഭാവി. നാളെ മുതൽ അങ്ങനെയാണ് പോകാൻ പോകുന്നത്. ഗബ്രി ക്വിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുവാണ്. സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ഗബ്രി തകർന്നല്ലോ, ഗബ്രി ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഡേ 35 ഏപ്രിൽ 14 തീയതിയിലെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലക് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകാൻ തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്താൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. എല്ലാവരും ചോദിക്കും ഇന്നലെ ഇട്ടുകൊണ്ടെന്ന തുണി എന്നെ വീണ്ടും വന്നിട്ടുണ്ടെന്നു. ഞാൻ ആകെ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് ഇന്നൊരു വീഡിയോ എടുത്തതായി വീണ്ടും ഇപ്പോഴാണ് എടുത്തിരുന്നത്. അല്ല ഞാൻ ഇത് ഇട്ടുകൊണ്ട് ഇവിടെ നടക്കുകയല്ല കേട്ടോ, അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് വിഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ വാ ലാലേട്ട വീട്ടിനകത്തോട്ട് വാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ നമ്മുടെ ക്യാപ്റ്റൻ ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി ലൈവിലൂടെ എത്ര വോട്ട് എത്ര പേർക്ക് കിട്ടിയെന്ന്. പക്ഷേ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടെ ആരൊക്കെയാണ് വോട്ട് ചെയ്തത്, എത്ര പേർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന്. അപ്പം ആര് ജയിക്കും, ക്യാപ്റ്റൻ ആരാകും എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു എനിക്കൊരു വോട്ടും കിട്ടിക്കാണില്ല, എൻ്റെ വോട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നന്ദന പറയുകയാണ് ഞാൻ മാറ്റിയാണ് എൻ്റെ വോട്ട് കൊടുത്തത്. ശ്രീതു പറയുന്നത് എനിക്ക് എൻ്റെ വോട്ട് കിട്ടും. ജയദീപ് പറയുന്നത് എനിക്ക് എൻ്റെ വോട്ട് കിട്ടും, 1-2 വോട്ട് കിട്ടും. ജിൻഡോ പറയുന്നത് എനിക്കൊരു 9 വോട്ട് കിട്ടുമായിരിക്കും, കാരണം ഞാൻ നല്ല കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു വീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ പറയണ ഇവിടെ പൊട്ടിക്കരച്ചിലൊക്കെ നടത്തുന്നുണ്ടല്ലോ ജിൻഡോ, എന്ത് പറ്റി വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, അത് ലാലേട്ടൻ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞൊന്നും എഴുതുന്നു. ഗബ്രി പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു വോട്ട് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ റിസൾട്ട് കാണിക്കുകയാണ് പ്ലാസ്മ TV-യിൽ. ജിൻഡോയ്ക്ക് 11 വോട്ട്, ഗബ്രിക്ക് 4 വോട്ട്, ശ്രീധുവിനും ജയദീപിനും 2 വോട്ട് വീതം, ശ്രീരേഖയ്ക്കും നന്ദനയ്ക്കും 0 വോട്ട്. അങ്ങനെ ജിൻഡോ പുതിയ വീക്കിലെ ക്യാപ്റ്റനായിട്ട് മാറാണ്. 6ാമത്തെ ആഴ്ച അല്ലേ, 5-7-35 6ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് മാറുകയാണ് ജിൻഡോ അവിടെ തന്നെ മുട്ടടിച്ച് വീണ് കരയുന്നു. പിന്നെ അടുത്ത് എനിക്ക് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ആവണമെന്ന് പറയാം. ഇപ്പോൾ ക്യാപ്റ്റൻ ആയല്ലോ, ഇനി ഒരിക്കൽ കൂടി എൻ്റെ കഴിവ് കൊണ്ട് ക്യാപ്റ്റനായിട്ട് മാറണം എന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ റിക്വസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടൊക്കെ അനുസരിപ്പിക്കും. ലാലേട്ടൻ പറയണം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന്. അങ്ങനെയല്ല ലാലേട്ട, കുറേ കാര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരെന്നല്ല എല്ലാവരായി കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. ലാലേട്ടൻ പറയണം ജാസ്മിനെ എന്താണ് ഭയങ്കര കരച്ചിൽ, ഇതുവരെയും ജാസ്മിൻ ഓക്കെ ആയില്ലല്ലോ, എന്താണ് പ്രശ്നം? ഇവിടെ നിന്നാണ് തുടക്കം, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം എക്സ്പോസ് ചെയ്യുന്നത്. ജാസ്മിൻ പറഞ്ഞു ലാലേട്ടൻ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് കയ്യടി കേൾക്കുമ്പോഴാണ് പുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ വൈൽഡ് കാർഡ്സ് വന്നവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് എനിക്ക് നല്ല നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. സായി മനഃപൂർവ്വം എന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. സായി എനിക്ക് മുമ്പേ അറിയാം, വലിയ പരിചയമൊന്നുമില്ല, എന്നാലും സായി എന്നെ അങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ലാലേട്ടൻ പറയണേ എല്ലാവരും ഇവിടെ കളിക്കാനാണ് വന്നിരിക്കുന്നത്, നിങ്ങളെന്താ അങ്ങനെ കരുതിയോ, നിങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് കരുതിയോ? അപ്പോൾ ജാസ്മിൻ പറയണേ എനിക്ക് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ലാലേട്ടൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഗെയിം കളിക്കാനായിട്ട്, പിന്നെ ഞാൻ ഇമോഷണൽ ആകുമ്പം ഗബ്രിയിലേക്കൊന്ന് ചായുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇമോഷണൽ ആകുമ്പോൾ പലരും നിങ്ങൾ അത് വെച്ച് യൂസ് ചെയ്യാണെന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പലരും നിങ്ങളെ യൂസ് ചെയ്യുമല്ലേ? അപ്പോൾ ജാസ്മിൻ പറയണേ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവിടെ പലരും കളിക്കുന്നുണ്ട് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറയണേ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിൻ കൺഫ്യൂസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? കൺഫ്യൂസ്ഡ് ആണോ ജാസ്മിൻ? ഇല്ല ലാലേട്ട, ഞാൻ കൺഫ്യൂസ്ഡ് അല്ല. ഗബ്രി പറയുന്ന കാര്യങ്ങൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗബ്രി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് ശരിയാണ്. പിന്നെ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല ലാലേട്ട, അതാണ് നിങ്ങളുടെ കുഴപ്പം. ഗബ്രി നിങ്ങളെ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ജാസ്മിനെ? ഇല്ല ലാലേട്ട, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഗബ്രി നീയോ? ഇല്ല ലാലേട്ട, ഞാൻ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്ക് ലാലേട്ട ഇവനെ എനിക്ക് വിശ്വസിക്കാം, പക്ഷേ ഇവൻ ചില സമയം എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഇവൻ പറയുന്നതാണോ അതോ എൻ്റെ മനസ്സ് പറയുന്നതാണോ സത്യം എന്ന് പറയുന്നത് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവൻ വേറെ എനിക്കൊരു പ്രോബ്ലം തരുന്നില്ല. എന്ത് ഞാൻ ചിന്തിക്കും എൻ്റെ അപ്പോൾ ലാലേട്ടൻ പറയണേ ഗബ്രി ഇഷ്ടമാണെന്ന് ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എങ്ങനെ പ്രതികരിക്കും? ഇതിനെ ലവ് ആയിട്ട് കാണോ, ഫ്രണ്ട്ഷിപ്പായിട്ട് കാണോ, റൊമാൻസ് ആയിട്ട് കാണോ, നിങ്ങൾക്കിടയിൽ എന്താണ് ഉള്ളത്? നിങ്ങളുടെ ഒരു മാനസിക പിരിമുറുക്കം നമ്മൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ ഇത് കാണുന്നത്. നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുമോ? ഗബ്രി പറയൂ. ജാസ്മിൻ പറഞ്ഞു ഇല്ല ലാലേട്ട, എനിക്ക് അങ്ങനെ നമ്മൾ തമ്മിൽ എന്താണ് ഉള്ളതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഗബ്രി പറഞ്ഞില്ല ഞാൻ മാനസിക പിരിമുറുക്കം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. ലാലേട്ടൻ പറയണം പ്രേക്ഷകർക്ക് കൺഫ്യൂഷനാണ് നിങ്ങൾക്കിടയിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഗബ്രി പറയണം ലാലേട്ടൻ ഞാൻ ഓൾറെഡി ജാസ്മിൻ്റെ അടുത്ത് എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിക്കുകയാണ്. ജാസ്മിൻ ഗബ്രി ഗബ്രി നിനക്ക് എൻ്റെ അടുത്ത് പ്രണയമുണ്ടോ? പ്രണയമൊന്നുമില്ല, അത് ഇപ്പോൾ എനിക്കില്ല, ഇഷ്ടമുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോയും രാത്രി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് എൻ്റെ അടുത്ത് പ്രണയം ഉണ്ടോ എന്ന് ജാസ്മിൻ വീണ്ടും ചോദിക്കും. ഇപ്പോൾ പ്രണയമില്ല, എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട്, അതിന് പ്രണയമാണോ അറിയില്ല, ഫ്രണ്ട്ഷിപ്പാണോ അറിയില്ല, ഞാൻ നിൻ്റെ അച്ഛനാണ്, അമ്മയാണ്, അനിയനാണ്, ചേട്ടനാണ്, കാമുകനാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, അപ്പം നിന്നെ ഞാൻ വന്ന് കെട്ടിക്കും, നിന്റെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ കെട്ടിക്കാൻ നോക്കും എന്നെല്ലാം പറയുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നത്. ഗബ്രിയുടെ ഗെയിമിനെ ലാലേട്ടൻ പൊളിക്കുന്നു. വീട്ടുകാർ ഷോക്ക്, ഇങ്ങനെയൊക്കെ സംഭവം ഇതിനകത്ത് നടന്ന. ലാലേട്ടൻ പറയാണ് പൂജ ഇത് കണ്ടിട്ട് എന്താ പറയാനുള്ളത്? പൂജ പറയാണ് ഇവരുടെ റിലേഷന് ഇപ്പോഴും ഇവർക്കൊരു പേര് കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ഓഡിയൻസിനെ ഇവർ പറ്റിക്കുകയാണോ ചെയ്യുന്നത്? ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, പക്ഷേ ഇവർക്ക് തന്നെ പേരറിയില്ല. അതാണ് ലാലേട്ട കാര്യം, ശരിക്കും അതാണ് സംഭവം. അപ്പോൾ ലാലേട്ടൻ പറയണേ ഗബ്രി ആകെ കൺഫ്യൂഷൻ ആണല്ലോ, എന്താണ് ഗബ്രിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ സിബി പറയാണ് ലാലേട്ട ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ടുപേരും ജോയിൻ ചെയ്താണ് കളിക്കുന്നത്. ഇവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധുവിൻ്റെ കൈ ഇങ്ങനെ സിബിനിങ്ങനെ പറയണം. അപ്പോൾ ശ്രീധു അടുത്തിരിക്കുകയാണ്. ലാലേട്ട അവരിങ്ങനെ കയ്യിലിരിക്കുന്നു, കൈ പിടിക്കുന്നു, ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നു. ഇവൻ്റെ കയ്യിലാണ് ഉമ്മ വയ്ക്കുന്നത്, പക്ഷേ പുറത്ത് പോകുന്ന ഔട്ട് അവളുടെ കയ്യിൽ വെക്കും പോലത്തെ സംഭവങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിൻ്റെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. എന്താ ശ്രീധു? അത് ഇവർ കൺഫ്യൂസ് ആക്കുകയാണ് ലാലേട്ട.
ശ്രീരേഖരെ ചോദിക്കുന്നു. ശ്രീരേഖ പറയാണ് ഇവരൊരു ഗെയിം പ്ലാൻ ആയിട്ട് തുടങ്ങിയതാണ്. ഒരു ഗെയിം വന്നപ്പം അതിൻ്റെ പ്ലാനിങ് ആയിട്ട് ഇവർ രണ്ടുപേരോടെ ചേർന്നതാണ്. അവസാനം ഇവർ തന്നെ ഇപ്പോൾ അത് രണ്ട് വഴിക്കായിരിക്കുകയാണ്, ഇവർ തന്നെ കുരുങ്ങിയിരിക്കുകയാണ്. റസ്വിൻ പറയുന്നു ലാലേട്ട ഇവർ കളിക്കുന്നുണ്ട്, ഫീലിങ്സ് വെച്ച് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഇവരുടെ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂ കാരണമാണ് ജാസ്മിൻ ഡൗൺ ആയിരിക്കുന്നത്. പല നേരം ജാസ്മിന് കൺഫ്യൂഷൻസ് ആണ്. ഇവർ തമ്മിൽ മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഹേർട്ട് ചെയ്യുന്നതേ ഇല്ല. ജിൻഡോ പറയാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആണ് ലാലേട്ട, ഞാൻ എൻ്റെ എക്സ് വൈഫിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, നമുക്കിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഞാൻ നിൻ്റെ ഭാര്യയാണ്, ഭർത്താവാണ്, കാമുകനാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെല്ലാം പറയും പോലാണ് ഈ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാൻ ജിൻഡോയ്ക്ക് ഭയങ്കര കയ്യടി പുറത്തെ. അപ്പം ലാലേട്ട എനിക്ക് പറയാനുള്ളത് ഈ ഗബ്രി പറയുന്നത് ഈ ജാസ്മിനെ ഗബ്രി അങ്ങ് നീ വിട്ടേക്ക്, ഗബ്രി ഒരു റിക്വസ്റ്റ് ആണ്, ജാസ്മിനെ കളിക്കാൻ വിട്ടേക്ക് ഗബ്രി, നീ നിൻ്റെ കളി കളിക്ക് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാണ് ജിൻഡോ അവിടെ നിന്ന്. സായി പറയാണ് ഇവർ ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്തൊക്കെ ഗബ്രി വേണം എന്നാണ് ജാസ്മിൻ്റെ ഒരു ഇത്. പക്ഷേ ഇതൊരു വോട്ടിംഗ് സിസ്റ്റം ഉള്ളൊരു എന്താ പറയുക ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഇത് പുറത്ത് പോകുമ്പം ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യം കൂടി ഇവർ ചിന്തിക്കണമല്ലോ. അപ്സര പറയാണ് ഞാൻ ഗബ്രിയുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്കിടയിൽ എന്താണ്, നിങ്ങൾ പ്രണയമാണോ, പുറത്ത് പോയി കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കുമെന്ന് നോക്കുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ ഒരു കല്യാണത്തിലോട്ട് നമ്മൾ എത്തില്ല, ഫാമിലീസ് അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മുടെ ഒരു സൗഹൃദം സൗഹൃദത്തെ നമ്മൾ വേറൊരു ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജാസ്മിനും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അൻസിബ പറയാണ് ഗബ്രി പറഞ്ഞത് കൺഫ്യൂസിങ് ആണ്, ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്നാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്തിനാണ് കൺഫ്യൂസ്ഡ് ആവുന്നത് ഗബ്രി ആയിട്ടുള്ള റിലേഷൻ? അത് അൻസിബ കലക്കി. അപ്പം നോറ പറയാണ് ലാലേട്ട ജാസ്മിനും ഗബ്രിയും ഇമോഷണൽ ഫൂൾസ് ആണെന്ന് ഞാൻ പറയില്ല, ഇവർ രണ്ടുപേരും കൊടുക്കാനുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കണം, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാൽ പോരെ രണ്ടുപേർക്കും. അടുത്ത വീഡിയോ കാണിക്കുന്നു ജാൻമണിയും അഭിഷേക് ശ്രീകുമാർ റസ്മിൻ ഉണ്ടെന്ന് തോന്നുന്നു, അഭിഷേക് ശ്രീകുമാർ പൂജ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. ആരെ പറ്റി? ഗബ്രിയുടെയും ജാസ്മിൻ്റെ റിലേഷനെ പറ്റി. ഗബ്രി പറയുന്നത് ഞാൻ ഇവിടെ ഫിസിക്കലി കൂടുതൽ അടുക്കുന്നത് റസ്മിനോടാണ്, പക്ഷേ ഈ റസ്മിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നില്ല, ജാസ്മിനുമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം ഇവർ ഇത്രയും പേരിരുന്ന് ചർച്ച ചെയ്യാണ്. നെഗറ്റീവ് വൈബായിട്ടാണ് ഇവരിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ കാണിക്കുന്നു. അപ്പോൾ ജാൻമണി ഇതെല്ലാം കണ്ടെന്ന് ചിരിച്ചിട്ട് പറയണത് ലാലേട്ടാ ഞാൻ ഗബ്രി ആരുടെ കൂടെ കളിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. രണ്ടുപേരും ഇവർ തമ്മിൽ കളിക്കുന്നു, അതിനിടയിൽ മൂന്നാമതൊരാൾ വന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അടുത്ത പൂജ പറയാണ് ജാൻമണി പറഞ്ഞ കാര്യം ആക്ച്വലി ഞാൻ കേട്ടില്ല, തലേന്ന് രാത്രി പറഞ്ഞതാണ്. പിന്നീട് അതിനകത്ത് ജാൻമണി ചേച്ചി തന്നെ വന്ന് പറയുന്നുണ്ട് ഗബ്രി പുറത്തുള്ള ഗേൾ ഫ്രണ്ട്സ് ആണ് കൂടുതൽ, അവരടുത്ത് സൗഹൃദം കാണിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും ചീക്കിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ വലിയൊരു ഇത് കാണുന്നില്ല ലാലേട്ട. അപ്പം ശ്രീകുമാർ പറയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ റസ്മിൻ വരുന്നുണ്ട്, അപ്പോൾ റസ്മിൻ വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, നമ്മൾ ഉമ്മ വയ്ക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്നും പുറത്തും എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ ലാലേട്ട എന്താ ഗബ്രി എന്തായാലും പറയണ്ടോ? ഇല്ല ലാലേട്ട എനിക്കൊന്നും പറയാനില്ല. ഗബ്രിയുടെ മനസ്സ് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഗെയിമും തീർന്ന് എന്നെ ഈ പ്രേക്ഷകരിങ്ങനെ പറയുകയും ചെയ്യുന്നു, വീട്ടുകാരും ഇങ്ങനെ ഒന്നും പറഞ്ഞു, ഗബ്രി തൊലഞ്ഞ് തീർന്ന് ഒരുമാതിരി ഒരു അവസ്ഥയാണ്. ഗബ്രിയുടെ ഗെയിം ആണെങ്കിൽ ഗെയിം തീർന്ന്, ഗബ്രിയുടെ ഗെയിം അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി ഇമോഷണലായിട്ട് തകർന്ന്. അപ്പോൾ റസ്മിൻ പറയാണ് ലാലേട്ട കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാലോ ഉമ്മം വെച്ച് കഴിഞ്ഞാലോ അതൊരു പ്രശ്നമല്ല, അതൊരു ഇഷ്ടമാണോ പ്രണയമാണോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ലാലേട്ട പറയും അയ്യോ ഇത് എൻ്റെ അഭിപ്രായമല്ല, പ്രേക്ഷകർ പറയുന്നതാണ്. അപ്പോൾ ജാസ്മിൻ പറയണ ലാലേട്ട ഓരോരുത്തർ പറയണ കേട്ടിട്ട് എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറയാം. എനിക്ക് ഗബ്രിയെ ഇഷ്ടമാണ്, ഗബ്രിക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷേ അത് പ്രണയത്തിലെത്താതെ നമ്മൾ രണ്ടുപേരും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഡേ ബൈ ഡേ, തുടക്കത്തിൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല, ഫസ്റ്റ് ഡേ നമ്മൾ സംസാരിച്ചു, പിന്നീട് സംസാരിച്ച് വന്നു, അതിനിടയിൽ കൂടെയാണ് ഒറ്റപ്പെടൽ, വഴക്ക്, ഇതെല്ലാം ആയപ്പോഴത്തേക്കും ഡേ ബൈ ഡേ പറഞ്ഞ് നമ്മുടെ ഇടയിലെ സ്നേഹം കൂടി വന്നു, കണക്ഷൻ കൂടി വന്നു. ഇത് സിറ്റുവേഷൻഷിപ്പ് അല്ല, പ്രേക്ഷകരിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. എനിക്ക് ഗബ്രിയുടെ അടുത്ത് സ്നേഹമുണ്ട്, അത് പ്രണയമാകാതിരിക്കാനായിട്ട് ഞാൻ നോക്കും, അതുപോലെ തന്നെയാണ് ഗബ്രി നോക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇടയിൽ മറ്റൊരു ബന്ധവും ഇല്ല, ഫ്രണ്ട്ഷിപ്പ് അല്ല, വേറൊരു ബന്ധമല്ല, ഒന്നുമല്ല. എന്താണെന്ന് പറയാനും എനിക്കറിയില്ല, പക്ഷേ ഗബ്രിയുടെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ജാസ്മിൻ എന്തായാലും പോസിറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ ഈ ലെവലിൽ ജാസ്മിന് പോകണം. വേറൊരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ജാസ്മിനും നെഗറ്റീവാണ്, ഗബ്രിക്ക് നെഗറ്റീവാണ്. ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോകുന്നു. റസ്മിനും ജാസ്മിനും ഗബ്രിയും കൂടി നമ്മുടെ വാഷ്റൂമിൻ്റെ സൈഡിൽ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ വന്നിരിക്കുന്നു. ജാസ്മിൻ പറയുന്നത് ജാൻമണി എന്തൊക്കെയാണ് പറയുന്നത്, ജാൻമണി ചേച്ചി ഞാൻ എങ്ങനെയൊന്നും അല്ല ജാനുവിനെ കുറിച്ച് വിചാരിച്ചത്. അപ്പോൾ ഗബ്രി ഞാൻ ക്വിറ്റ് ചെയ്യാൻ വേണം, ഐ ക്വിറ്റിംഗ് ദ ഷോ. അയ്യോ ഗബ്രി അങ്ങനെ പോലെ നീ നിന്നെ ആരെന്തും പറഞ്ഞോട്ടെ, എന്നെ ചേർത്തിട്ടല്ലേ പറയുന്നത്, ഞാനല്ലേ പറയേണ്ടത്, എനിക്കറിയാമല്ലോ നീ എന്താണെന്നുള്ളത്. പ്രേക്ഷകർ ഇവിടുത്തെ വിഷ്വലാണ് കാണുന്നത്, ഞാൻ 24/7 നിന്നെ കാണുന്നുണ്ട്, നിന്റെ ഇമോഷൻ കാണുന്നുണ്ട്. നീ എന്തിനാ ക്വിറ്റ് ചെയ്യുന്നത്, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാ? ഞാൻ കാരണം നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ കാരണമാണ് നീ പോയെന്ന്, അതെനിക്ക് സഹിക്കാൻ പറ്റൂല, നീ അങ്ങനെ ചെയ്യരുത്.
എന്ന് പറയാണ്. ലാലേട്ടൻ വീണ്ടും ബ്രേക്ക് കഴിഞ്ഞു. പക്ഷെ എന്നാലും ഗബ്രി ഇല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഇനി നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ സിബിൻ്റെ ഒരു പ്രോഗ്രാം വിഷുബലം പറയുക, ജ്യോതിഷ പണ്ഡിതൻ സിബിൻ, ആ ഒരു ലെവലിലാണ് ഒരു TV പോലത്തെ ഒരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിബിൻ എല്ലാവരുടെയും ജ്യോതിഷ ഫലം പറയുന്ന ഒരു ടാസ്ക് അല്ല, ഒരു പ്രോഗ്രാമാണ്. സിബിൻ പറയണം, അർജുൻ വിശാഖമാണ് നക്ഷത്രം, ശോകമാണ്, പ്രോട്ടീൻ ഒന്നും കിട്ടില്ല, കുറവാണ്, പവർ റൂമിനകത്ത് ഇരുന്ന് ഒളിച്ചിരിക്കരുത്, കളിക്കണം. അപ്സര ഉത്രട്ടാതിയാണ്, വള്ളംകളിയുടെ നക്ഷത്രമാണ്, വെള്ളം കുടിക്കേണ്ടി വരും. മുഖത്തെ കാര്യങ്ങളല്ല മനസ്സിലുള്ളത്, മുഖത്തെ കാര്യങ്ങൾ പലപ്പോഴും ചാടിപ്പോകുന്നുണ്ട്, നാവിനെ നിയന്ത്രിക്കണം, സ്വഭാവം സഭ്യമായ ഭാഷയിൽ ഉപയോഗിക്കണം. അടുത്ത് ശരണ്യയെക്കുറിച്ച്, ഉത്രാടമാണ് നാള്, രാജാവ് രാജ്ഞിയായിട്ട് വാഴുന്നതാണ്, പവർ റൂമിൽ കയറി പവറായി കളിക്കണം. അൻസിബ, വരുൺ എവിടെയാണെന്നുള്ള കാര്യം അച്ഛൻ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 2-ാം തീയതി നടന്ന കാര്യം ഋഷിയോട് പറഞ്ഞു കൊടുത്തു. കൂട്ടുകെട്ടൊക്കെ നല്ലതാണ്, നല്ലൊരാളുമായിട്ടാണ് കൂട്ടുകെട്ട്. അപ്പം എനിക്ക് ഈ സിബിൻ്റെ കേസ് എനിക്ക് അപ്പം ദേഷ്യം വന്നേ. അർജുനെ പറ്റി പറഞ്ഞു നെഗറ്റീവ്, അപ്സരയെ പറ്റി പറഞ്ഞു നെഗറ്റീവ്, ശരണ്യയെ പറ്റി പറഞ്ഞു, ഒന്നും വേണ്ടിയില്ല, ശരണ്യയ്ക്ക് ഫ്ലോ ആയിട്ട് പോയി. അൻസിബയെ കുറിച്ച് പറയുകയാണെ, ഋഷിയും അൻസിബയായിട്ടുള്ള കൂട്ട് നല്ലതാണ്, അത് കൊണ്ടുപോകണം എന്നുള്ള ലെവലിൽ അൻസിബയെ പോസിറ്റീവായിട്ട് പറഞ്ഞു വിട്ടു. എന്തിനാണ് ഈ സിബിൻ ഇപ്പം നിൽക്കുന്നത്? അൻസിബയുടെയും ഋഷിയുടെ ഇവരെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് എന്തൊരു കാര്യമെന്തോ. ഈ സിബിൻ നല്ലൊരു വൈൽഡ് കാർഡൊക്കെ തന്നെയാണ്, ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എന്തുകൊണ്ട് ഈ പറയുന്ന ഋഷി അൻസിബ കോംബോ പൊളിക്കുന്നില്ല? ഇവർ ഈ കട്ടിൽ പരദൂഷണം പറഞ്ഞാൽ എന്തുകൊണ്ട് പൊളിക്കാനില്ല? അപ്പോൾ അവർക്ക് മാത്രം ഈ സിബിന് യെസ് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മസ്റ്റായിട്ട് പറയാം കേട്ടോ. അടുത്ത് ശ്രീധുവിനെ കുറിച്ച് പറയുന്നു, അനിഴമാണ് നക്ഷത്രം, ഇഴച്ചിലാവും, ജലദോഷം വരാൻ ചാൻസ് ഉണ്ട്, രാത്രി ഐസ്ക്രീം പാർലറിൽ ഇരിക്കുന്നത് നിർത്തണം. അർജുനുമായിട്ടിരുന്ന സൊള്ളല്ലെന്നാണ് പറയുന്നത്. അടുത്ത് ഋഷി, മനഃശുദ്ധി ഉള്ളവനാണ്, നല്ലവനാണ്, പറയുന്ന കാര്യങ്ങൾ തലച്ചോറിലെടുക്കണം, നെഞ്ചിലെടുക്കരുത്, ഫീലിങ്സ് വെക്കരുത്. അപ്പോൾ അവിടെ ഋഷിയും സപ്പോർട്ട് ചെയ്തു. ഋഷി അൻസിബയെ ഇവരെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കത് കാണുമ്പോഴാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂവറാണ്, ഞാൻ ഇവരെ ആരെ നെഗറ്റീവ് ആക്കാൻ ഇരിക്കുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ കുറേ കൂടി ഞാൻ ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ വന്ന ഒരു തുടക്കക്കാരനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ റിവ്യൂ പറയണം എന്ന് പോലും എനിക്ക് അറിയാത്തൊരു ലെവലിൽ വന്നതെന്നാണ് ഞാൻ തുടങ്ങിയത്. അല്ലേ, നിങ്ങൾക്ക് എന്നെ അറിയാം. എനിക്ക് എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് ഒരാളുടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തടിച്ചാണ് അവർ നെഗറ്റീവാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേരെൻ്റെ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, നിങ്ങളെല്ലാവരും ഇത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം, ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഞാൻ എന്ത് ബയസ്ഡാണ് ഞാൻ കാണിച്ചത്, ഇവരാരുമല്ല എനിക്ക് ചിലവിന് വരുന്നത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഉണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഞെട്ടി പോകുമ്പോൾ ഇത്രയും അതിനകത്ത് ബന്ധം ഉണ്ടായിട്ടാണ് അവരെയൊക്കെ കുറിച്ചാണ് ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇവരെക്കുറിച്ച് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനകത്ത് ട്രോൾ ചെയ്ത് പറയാറുണ്ട്, ഇമിറ്റേറ്റ് ചെയ്ത് പറയാറുണ്ട്, അവർ പറയുന്ന ഡയലോഗ് അതിനെ കളിയാക്കി പറയാറുണ്ട്, പല ലെവലിൽ ഞാൻ പറഞ്ഞു. എല്ലാവരുടെ ഗെയിം പൊളിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ഇവരിതിനകത്ത് എന്ത് കാണിക്കുന്നോ ഞാൻ അതിന് ഇമോഷണലായിട്ടുള്ള അവരുടെ ഇമോഷൻ, അവരിപ്പോൾ കരയുന്നെങ്കിലും ചിരിക്കുന്നെങ്കിലും തമാശ പറയുന്നെങ്കിലും അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുന്നെങ്കിലും എല്ലാം ഞാൻ അവരുടെ ഇമോഷനിൽ നിന്നല്ല പറയുന്നത്. ഇവരെല്ലാം ഗെയിമാണ്. കരയുന്നെങ്കിൽ ഗെയിം, ചിരിക്കുന്നെങ്കിൽ ഗെയിം, ദേഷ്യം കാണിക്കുന്നെങ്കിൽ ഗെയിം, എല്ലാം ഞാൻ ഗെയിമിൻ്റെ വ്യൂവിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഋഷിയെ അൻസിബയും എന്തിനീ പറയുന്ന സിബിൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സിബിൻ പലയിടത്തിരുന്ന് പരദൂഷണമൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മാറ്റി നിർത്താം. എന്തുകൊണ്ട് ഋഷിയും ഈ പറയുന്ന അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നു? അടുത്ത് പൂജ, മനസ്സ് നല്ലതാണ്, ശരിയാവും, 10 തലയുള്ളവളാണ്, രാവണിയാണ് എന്നെല്ലാം പറയുന്നു. അടുത്ത് ജിൻഡോയെക്കുറിച്ച്, കള്ളനാണ്, കള്ളങ്ങൾ സമയം പറയുന്നുണ്ടെങ്കിലും സ്നേഹം കൂടുതലാണ്, സൂര്യനെ എന്നും സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. അടുത്ത് ജാൻമണി, ജാന നല്ലവൻ, തല്ലുമിടിയുമെല്ലാം ഉണ്ടാകില്ല, സൂക്ഷിക്കണം. അടുത്ത് നന്ദനെക്കുറിച്ച്, സുന്ദരിയാണ്, നിലാവത്തുള്ള കോഴിയെപ്പോലെ ആകരുത്, നാറും, കൂടെ വരും, വള്ളി പിടിച്ച് കെട്ടരുത്, ബലമുള്ള വള്ളിയിൽ മാത്രം പിടിക്കണം, അനാവശ്യ പ്രശ്നങ്ങളിൽ ഇടപെടരുത് എന്നെല്ലാം പറയുന്നു. അടുത്ത് സായിയെക്കുറിച്ച്, സായി സുഖമാണ്, സായി 2 മുഖമാണ്, ഒന്ന് സീക്രട്ട് ഏജൻറ്റും ഒന്ന് സായി കൃഷ്ണയും. ആരാണിതെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് സംശയമാണ്. സായി സീക്രട്ട് ഏജൻറ്റിനെ പോലെ പ്രതികരിക്കണം, അതാണ് കാണേണ്ടത്. നമ്മൾ എപ്പോൾ പോകണമെന്ന് ആർക്കും അറിയില്ല. റസ്മിൻ നല്ലവളാണ്, കൂട്ടുകൂടി പണി വാങ്ങി കൂട്ടാതെ സൂക്ഷിക്കണം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് നിയന്ത്രിക്കണം. നോറ കരയുകയാണ്, എന്താ പറയുക, കരയുമ്പോൾ പുഴ ചിരിക്കുകയാണ്, കരയുന്നതൊന്ന് മാറ്റിയിട്ടൊന്ന് തെളിയിക്കണം. ശ്രീരേഖ ഐശ്വര്യമുള്ളവളാണ്, കട്ടയ്ക്ക് പല കാര്യങ്ങളിൽ നിന്നിട്ട് അവിടെ നിന്നും ആരെയും സംശയിക്കരുത്, നല്ല ആൾക്കാരും ഉണ്ട്. സിബിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പ്ലാനിങ് കൊണ്ട് വന്നിട്ടുള്ളൊരു പയ്യനാണ്, പക്ഷേ സമയം മോശമാണ്, അടുത്ത ആഴ്ച ഗെയിം പ്ലാൻ മാറ്റിയില്ലെങ്കിൽ പുറത്തു പോകുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ വളരെ സൂപ്പറായിട്ട് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ അൻസിബയുടെയും ഋഷിയുടെയും കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് ട്രോളുന്നുണ്ട്, പറയുന്നുണ്ട്, കുത്താനുള്ളതൊക്കെ കുത്തുന്നുണ്ട്, ഓക്കെ പെർഫെക്റ്റ് ആണ്. അടുത്ത് ലാലേട്ടൻ, ജിൻഡോ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടോ സിഗരറ്റ് വെച്ചുകൊണ്ട്? അത് ഞാൻ ചന്ദനത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചന്ദനത്തിരി വെച്ച് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാൻമർ പറയാണ്, ലാലേട്ടാ
ഞാൻ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ ചന്ദന തിരി വെച്ചിട്ട് ഇങ്ങനെ കത്തിരിക്കൽ പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ല ലാലേട്ടൻ, ഞാൻ നോക്കിയപ്പോൾ സിഗരറ്റ് വെച്ച് കത്തിച്ച് ഞാൻ ഇങ്ങനെ തന്നെയാണ് സൂര്യ നമസ്കരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി പറയുകയാണ്. അപ്പോൾ നോറ പറയുന്നത് ലാലേട്ട ഇത് അവിടെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെടില്ല, അതാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞു സിഗരറ്റ് കട്ടാക്കാൻ പോവാണ്, നിങ്ങൾ എത്ര പാക്കറ്റ് സിഗരറ്റാണ് വലിക്കുന്നത്, അതിനും റേഷൻ തരാം, സിഗരറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്താണ് ലാലേട്ട, എന്താണ് ലാലേട്ട, എന്താണ് ജാൻമണി, അത് ലാലേട്ട എനിക്ക് റിലാക്സ് കിട്ടുന്ന ഒരു സാധനമാണ് സിഗരറ്റ്, ഞാനൊരു 4 പാക്കറ്റ് പുറത്ത് വെച്ച് വലിക്കാറുണ്ട്, ഇപ്പോൾ വന്നിട്ട് കോടമാണ് ഞാൻ വലിക്കുന്നത്. അപ്പം എന്നിങ്ങനെ ജാൻമണി പറഞ്ഞു 4 പാക്കറ്റ് സിഗരറ്റ്, ഒരു പാക്കറ്റ് സിഗരറ്റിൽ 10 സിഗരറ്റ് അല്ലേ, 10 കേട്ടോ, 4 പാക്കറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓഫ് 8 into 4 32 സിഗരറ്റ്സ് ഡെയിലി. ഓ മൈ ഗോഡ്. ലാലേട്ടൻ പറയണം ഒരാൾ അടിക്കാൻ പോയല്ലോ ജാൻമണി, എന്താണ്? അപ്പോൾ ജാൻമണി പറയണം ഇല്ല ലാലേട്ട ഞാൻ അടിക്കാൻ പോയതല്ല. അപ്പോൾ നോറ പറയണം ഇല്ല ലാലേട്ട കുറച്ച് നേരം മുമ്പ് സോറി പറഞ്ഞിട്ട് ഇവരെന്നെ തുപ്പാൻ വന്നു ഇവരെന്നെ. അപ്പോൾ ജാൻമണി പറയണം നോ ഇല്ല, ഞാൻ 1 വീക്ക് സൈലൻ്റ് ആയിരുന്നു, ഡിസോണസ്റ്റിന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞപ്പോൾ ഞാനത് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ ഞാൻ വന്നിട്ട് അവളെ അടിക്കാനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊരു ആളല്ല ലാലേട്ടാ. അപ്പം ഉടനെ ഞാൻ അൻസിബ പറയണം ഞാനത് പറഞ്ഞു കൊടുത്തിരുന്നു ലാലേട്ട, പക്ഷേ അവൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ കേൾക്കുന്നില്ല. എവിക്ഷനിലുള്ള 6 പേര് ആരൊക്കെയാണ്? അൻസിബ, ബാക്കിയുള്ളവർ എഴുന്നേക്കൂ. അൻസിബ, ശരണ്യ, ഋഷി, ജാൻമണി, ജിൻഡോ, നോറ, എല്ലാവരും എഴുന്നേക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടികൾ വരും, ആരുടെ പേരാണോ ഇല്ലാത്തത് അവർ എവിക്റ്റഡ് ആണ്. അങ്ങനെ സ്റ്റോർ റൂമിൽ 4 പെട്ടികൾ വരുന്നു. 4 പെട്ടികളിലായിട്ട് 4 പേരുകൾ ഇരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ ഓരോരുത്തർക്കും പേരെടുക്കാൻ പറയുന്നു. ജിൻഡോ എടുക്കുന്നു, ഋഷി സേവിടെ, നോറ എടുക്കുന്നു, ജിൻഡോ സേവിടെ, ജാൻമണി എടുക്കുന്നു, നോറ സേവിടെ, ശരണ്യ എടുക്കുന്നു, അൻസിബ സേവിടെ. ഓരോ കാർഡ് വെച്ചിട്ടുണ്ട് പെട്ടിയുടെ മുകളിൽ. അപ്പോൾ ബാക്കി 2 പേരാരാണ് പേരില്ലാത്ത? ലാലേട്ടൻ പോകുന്നേ. അപ്പോൾ ബിഗ് ബോസ് ഒക്കെയാണ് 2 പേരാരൊക്കെയാണ് പേരില്ലാത്ത? ശരണ്യയും ജാൻമണിയും. 2 പേരും പുറത്തേക്ക് വരാം എന്ന് ലാലേട്ടൻ എന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ഇവർക്ക് ഇത്ര നാളൊരു ബുദ്ധിയില്ല, കാരണം ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആകുമ്പോഴും പുറത്തേക്ക് വരാം എന്ന് പറയത്തില്ല. ലാലേട്ടൻ പറയും എൻ്റെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാലേട്ടൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവരെ സേവ്ഡാണ്. പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് ഇവർ മനസ്സിലാക്കേണ്ട സംഭവം ജാൻമണിയും ഈ പറയുന്ന ശരണ്യയും ലീസ്റ്റ് വോട്ട് കിട്ടിയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അത് പല സീസണുകളിൽ പല ടൈമിൽ മാറ്റും, പക്ഷേ ഇത് കറക്റ്റായിട്ട് വന്നിരിക്കണം. കാരണം ഞാൻ നിങ്ങളുടെ സാറ്റർഡേ ടൈമിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ജാൻമണി ഏറ്റവും താഴെ തൊട്ട് മുകളിൽ ശരണ്യ ഒരു ശ്രീരേഖയാണെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേര് തന്നെയാണ് പുറത്തേക്ക് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്ന് വിഷുവിൻ്റെ ശുഭാവസരം ആയതുകൊണ്ട് എവിക്ഷൻ ഇല്ല എന്ന് പറയുന്നു. ഇവർ പുറത്തിറങ്ങി ജാൻമണി ഭയങ്കര കരച്ചിൽ, ജിൻഡയെ കെട്ടിപ്പിടിച്ച്, ഋഷിയെ കെട്ടിപ്പിടിച്ച്, ശരണ്യ ശ്രീതും കരച്ചിലാണ്, ശരണ്യത് ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് ഇറങ്ങാൻ നേരത്താണ് പാട്ടുകൾ കേൾക്കുന്നു. പാട്ട് ഇങ്ങനെ കേട്ട് വിഷുവിൻ്റെ പാട്ടെല്ലാം കേട്ട് ലാലേട്ടൻ എൻ്റർ ചെയ്ത് വീട്ടിനകത്തേക്ക് വരുന്നു. പക്ഷേ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കല്ലേ, വിഷു ആണ്ടെന്തായാലും ആരെയും പറഞ്ഞു വിടുന്നില്ല എന്ന് പറയുന്നു. ജാൻമണി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ലാലേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ലാലേട്ടൻ വീട്ടിനകത്തോട്ട് കയറുമ്പം റസ്മിൻ ലാലേട്ടൻ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തതിന് സോറി കഴിഞ്ഞ ആഴ്ച, അതൊക്കെ കഴിഞ്ഞ കാര്യമാണെന്ന് പറയുന്നു. നേരെ വന്ന് ലിവിംഗ് റൂമിലിരിക്കുന്നു. ഓരോരുത്തരുടെയും വീട്ടുകാർ വിഷ് ചെയ്ത വിഷുവിൻ്റെ ഫാമിലി വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്ത് 1-2 പേർക്ക് വ്യക്തമായിട്ട് ഹിൻഡ് കിട്ടുന്നുണ്ട്. ഗബ്രിയുടെ ചേച്ചിയും ഹസ്ബൻഡുമാണ് വരുന്നത്, നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, റിലേഷൻഷിപ്പ് കുറച്ചുകൂടി എന്താ പറയുക ഡിസ്റ്റൻസ് ഇടുക എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്താ പറയുക ബാക്കിയുള്ളവരുടെ ഒന്നും കാര്യം അത്ര വലുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ ഗബ്രിക്ക് നല്ലൊരു ഹിൻഡാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ അധികം ഹിൻഡൊന്നും വലുതായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല, എല്ലാവരും സൂപ്പറാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പായസം കൊണ്ടുവരുന്നു, പായസം കുടിക്കുന്നു, വീട്ടുകാരുടെ എല്ലാവരുടെയും അടിപൊളി 4-5 ഡാൻസ്. അതിനുശേഷം എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്ന എന്തോ കനത്തിനാണ് കൈനീട്ടം കൊടുക്കുന്നത്. കഴിഞ്ഞ കാലത്ത് പോലെ സ്വർണ്ണ കോയിൻ എന്നുള്ള എന്തൊക്കെ പെട്ടിയിലാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ലാലേട്ടൻ വീട്ടുകാരോട് യാത്ര പറയുന്നു. നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനെ യാത്രയാക്കി ലാലേട്ടൻ സ്റ്റേജിൽ വരുന്നു. നോമിനേഷൻ അടുത്ത ആഴ്ചയും കണ്ടിന്യൂ ചെയ്യും, ഇതേ ആൾക്കാരാണെന്ന് ലാലേട്ടൻ പറയുന്നു. ലാലേട്ടൻ പോകുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം. അപ്പോൾ വീട്ടുകാർ ഫുൾ ഡൗൺ ആണ്, അവർക്ക് മനസ്സിലായി. ഇതുപോലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണം വീക്കെൻഡ്, കറക്റ്റ് കൃത്യ കാര്യം പറഞ്ഞ്. ഇനിയിപ്പോൾ നോക്കിയോ ജാസ്മിനും ഗബ്രിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വൈൽഡ് കാർഡ്സിനെ അറിയാം, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അവരിനി ഇതിനെ വെച്ച് ടാർഗറ്റ് ചെയ്യുമോ അതോ ഇതിനെ മാറ്റി പിടിക്കുമോ എന്നുള്ള കാര്യമാണ്. നാളെ വമ്പൻ അടിയാണ് ജിൻഡോയും ജാസ്മിനും കൂടെ പ്രൊമോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരാം. നാളെ ഐ ഹാവ് എൻ എക്സാം, ടുമാറോ യൂണിവേഴ്സിറ്റി എക്സാം, സോ ഐ വിൽ ബി ആക്റ്റീവ് ആഫ്റ്റർ 5:30 PM. സോ അതുവരെ ഞാൻ ആക്റ്റീവ് ആയിരിക്കത്തില്ല, എന്നാലും ഐ വിൽ അപ്ഡേറ്റ് മോസ്റ്റ് ഓഫ് ദ അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് സൂപ്പറായിട്ട് തോന്നി, നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗബ്രി ഇനി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് പണി കിട്ടും. അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.